നിങ്ങളുടെ ഈ നാടകം ഒന്നും എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ച അവനെ അകത്താക്കിയിട്ട് വേറെ ഒരുത്തിനെ കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടി വെച്ചാ ഞാൻ അവന്റെ കൂടെ ജീവിക്കുന്നാണോ നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത്? അതിനൊന്നും എന്നെ കിട്ടില്ല. മൃഗങ്ങളാണോ നിങ്ങളൊക്കെ? നിങ്ങൾക്കും അങ്ങേർക്കും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? ഞാനിപ്പോ പോവാ, ഇനി തിരിച്ചു വരില്ല. ഉടുതുണി മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. നിങ്ങളുടെ ഭർത്താവിന്റെ കാശുകൊണ്ട് വാങ്ങിയത് തന്നെയാ. അവൻ സമ്പാദിക്കുമ്പോ തിരിച്ചു തന്നേക്കാം. എന്താടി ആ റൗഡി വന്ന് പേടിപ്പിച്ചപ്പോ നിന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു? ഓടിയകത്തെ ഒന്നും മിണ്ടാതിരിക്കും. അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. തള്ളേ, നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നേ? അങ്ങനെ ഇങ്ങോട്ട് വന്ന നിങ്ങളുടെ നടു അടിച്ച് തളത്താൻ ഞാൻ ആദ്യം പറയും. എന്താടി ഞാൻ പറയുന്നേക്കാൻ നിന്റെ ഒരു പോക്ക് പോകുന്നേ? കൈയെടുക്ക. പൊടി എടുക്കാൻ. പൊടിയാത്തെ പറഞ്ഞത് കേട്ടില്ലേ? അമ്മയാന്നൊന്നും നോക്കില്ല. എന്താടി തറുതല പറയുന്നേ? നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. മുത്തുമണി അവളൊന്നും ചെയ്യരുത്. ഒറ്റ രണ്ടാക്കും. മിണ്ടി പോവരുത്. എന്താ കളവി, പേടിപ്പിക്കാണ? നിങ്ങളുടെ മരുമോൻ അത്രയ്ക്ക് വലിയ ആളാ? അവനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം. മധുവണ്ണം നല്ല മനസ്സ് കാണിച്ച് വിട്ടിട്ട് പോയതാ എന്ന് വെച്ച് ഞങ്ങൾ വിട്ടുകളയൊന്നും കരുതണ്ട. നിങ്ങളുടെ മകള് ഞങ്ങൾ കാരണം വിധവയാകുകയാണെങ്കിൽ ആയിക്കോട്ടെ, അത് അവളുടെ തലയെഴുത്ത്. ഒന്ന് ചുമ്മാ എന്നോട് വലിയ ആളെ പോലെ സംസാരിക്കാതെ. ഞാനേ നിങ്ങളുടെയൊക്കെ തള്ളയാ. ആ കാര്യത്തിൽ അവിടെ എന്താണോ ചെയ്യുന്നത്? ഒരുത്തിയാണെങ്കിൽ വെട്ടുകത്തി എടുത്ത് തള്ള വെട്ടാൻ തുടങ്ങി. കിടന്ന് ചിലക്കാതെ കിളവി. ഈ വെട്ടുകത്തി എടുത്ത് അരിഞ്ഞ് ഉച്ചയ്ക്ക് പൊക്കിക്കൊണ്ടുവന്ന് താലിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തനി ഇറങ്ങി വന്നപ്പോ നിങ്ങളുടെ ധൈര്യമൊക്കെ എവിടെ പോയി? ഇതാ കിളവി, പോന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. ഇപ്പൊ ഇങ്ങോട്ട് പോലീസ് വരും, നിങ്ങളുടെ കൊച്ചുമോനെ പൊക്കിക്കൊണ്ടുപോവും. എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. കിളവിക്ക് എന്താ, ഇവൻ പുറത്തു വരുന്ന മുമ്പ് നിങ്ങളൊരു പോക്കങ്ങ് പോവും. പിന്നെ ഇവൻ പുറത്തു വന്ന് എന്നെ കണ്ടുപിടിച്ച് കണ്ടെന്നുണ്ടായിട്ടല്ലേ വെട്ടി അരിയുന്ന? അല്ലടാ, ഞാൻ പറഞ്ഞ ശരിയല്ല. ചുമ്മാതിരിക്കെ. എന്താടാ നീ ഒന്നും മിണ്ടായിരിക്കുന്നെ? അതല്ല ചിറ്റപ്പ, നെഞ്ചില് പേരും കുത്തിയിട്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ തീർക്കാനാണോ? നമ്മൾ ഇത്രയും ചെയ്തിട്ട് പുള്ളിയൊന്നും ചെയ്യാതിരിക്കുന്നെങ്കിൽ നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ടെന്നാ. നോക്കുകയാണെങ്കിൽ നോക്കട്ടെ. നീ എന്താടാ കളവെ പോലെ സംസാരിക്കുന്നേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അതിനുവേണ്ടിയല്ലേ വന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോ. ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടി നന്നായി ജീവിക്കാൻ നോക്ക്. അയാൾ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് സമാധാനത്തോടെ ജീവിക്കണോ? നോക്ക് ചിറ്റപ്പ, ജീവിക്കണമെന്ന് തന്നെ പറഞ്ഞത്, പേടിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു പേടിത്തോണ്ടെന്നാക്കുമല്ലോ. വരുന്നത് വന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം ബാക്കി. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? വാടാ, എവിടെയെങ്കിലും പോവാ. നിനക്ക് പറ്റുന്ന പോലെ നോക്കിയാ മതി. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. പരമേശ്വര, അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് വരാന്ന് പറഞ്ഞല്ലോ. എവിടെങ്കിലും പോയി രണ്ടുപേരും ജീവിക്ക്. എന്താ കളവി, എല്ലാവർക്കും കൂടി ഞങ്ങളെ പറഞ്ഞോടാ ധൃതിയായോ? വരുന്ന വരട്ടെ, നോക്കിക്കോളാം പറഞ്ഞില്ലേ. അവിടെ ഇരിക്കടാ. ഒടുങ്ങാൻ നീ അവിടെ ഇരിക്ക്. ഏത് സമയം നിനക്ക് ദേഷ്യ. വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ രണ്ടും അകത്ത് പോവും, കിളവി ഇവളെ എളി വെച്ച് നടക്കേണ്ടി വരും. അങ്ങേര് ചുമ്മാ ഇരിക്കോടാ. വിവരമില്ലാതെ ഓരോന്ന് പറയല്ലേ. ഒരു ശരിയായ തീരുമാനം എടുക്ക്. എന്റെ തീരുമാനം ശരിയാ, നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. ഞാൻ എങ്ങനെ വേണേലും ജീവിച്ചോളാം. എടാ പരമോ, ഒന്നിനും എടുത്തു ചാടാൻ പാടില്ല. കരുതലോടെ വേണം നീങ്ങാൻ. നീയല്ലേ പറഞ്ഞ് ജീവിക്കണമെന്ന്? ഒരു 2-3 മാസം എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. ഞാനകത്ത് പോയി കിടക്കില്ലേ? കിളവി കുറച്ചാൾ ഒറ്റയ്ക്ക് കഞ്ഞിയും കുടിച്ച് കിടക്കട്ടെ. എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിയടാ. എടാ, അവള് നിന്നെ വിശ്വസിച്ചാ വന്നിരിക്കുന്നേ. നീ ഇതുവരെ അവൾക്ക് എന്തെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ? പോടാ. നിങ്ങളൊന്ന് എഴുന്നേറ്റേ. എഴുന്നേക്കാൻ. ഇപ്പൊ ഞാൻ എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ. നീ അവന്റെ ഒന്നും മിണ്ടാതിരുന്നോ? നിങ്ങൾ എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? എപ്പോഴും നീ എന്നെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എണീറ്റു. ഇപ്പൊ എന്താ വേണ്ടേ? എന്താ ഇത്? എന്നെ അനുഗ്രഹിക്കാം അമ്മാവാ. എന്താ കിളവി ഇത്? എടാ, ഇവളോട് എണീക്കാൻ പറ. അനുഗ്രഹിക്കാം അമ്മാവാ. എന്താ നോക്കി നിൽക്കുന്നത്? അവളെ അനുഗ്രഹിക്കടാ. നന്നായി വരും, നന്നായി വരും, നന്നായി വരും. എനിക്ക് എഴുന്നേക്കടി. എടാ, ചിറ്റപ്പന്റെ സ്ഥാനത്തൊന്നും ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ദയവേത് ഇവളെയും കൊണ്ടുപോയി സന്തോഷത്തോടെ കഴിയടാ. നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം? എന്താടി ഇവിടെ കിടന്ന് അലർന്നേ? മുത്തുമണി അവന്റെ കൂടെ ഒളിച്ചോടിയെന്നേ. മുത്തുമണി ഒളിച്ചോടിന്നോ? എന്താടി പറയുന്നേ? എന്തെല്ലാം പറഞ്ഞു നോക്കി, അവള് കേക്കാതെ അങ്ങ് പോയെന്നേ. വെട്ടുകത്തി എടുത്ത് വെട്ടാൻ വന്നെന്നെ അവള്. നീ ഒരു കഴുതേ പോലെ എന്തായി പറയുന്നേ? ഉള്ള തുണിയെല്ലാം വാരിക്കൊണ്ട് ആ പരമേശ്വരന്റെ കൂടെ ജീവിക്കാനാന്നും പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാതെ അവളെ പിടിച്ചോണ്ട് വാ, നാട്ടുകാരെല്ലാം അറിയുന്നതിന് മുമ്പ്. എന്താടാ രാത്രിയില് തോന്നിയാസം കാണിക്കരുത്. മര്യാദയ്ക്ക് മുത്തുമണിയെ പുറത്തോട്ട് വിടാനാ പറഞ്ഞത്. ആരെ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. മുത്തുമണിയെ പുറത്തേക്ക് വിടുന്നത് നല്ലത്, അല്ല പ്രശ്നം വലുതാവേ. നീ എന്തോ ഉണ്ടാക്കുന്ന? പെമ്പിള്ളേര് വേലി ചാടാതെ നോക്കേണ്ടത് തന്തമാരുടെ കടമയല്ലേ? ഇങ്ങോട്ട് നിന്നടാ. ആളില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത്? മാറ്, ഞങ്ങൾ പോയി നോക്കിക്കോളാം.
വരണടാ, വന്ന് അകത്ത് വന്ന് നോക്ക്. മുത്തുമണി കിത്തുമണി എന്നും പറഞ്ഞോണ്ട്. എടാ എന്തിനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്ന് ഇറങ്ങി പോടാ ഇവിടുന്ന്. കണ്ട തിണ്ടുകളെല്ലാം വീടിനകത്ത് കയറി ഇറങ്ങുക. എന്താടാ ശരിക്കും നോക്കിയോ? രണ്ടുപേരെ എവിടെ ഒളിപ്പിച്ചു വെച്ചെന്നാ തോന്നുന്നു. പൊക്കൂടാ ഞങ്ങള്. ഇവന്മാരെന്തുവാ ഇതിനകത്ത് തേടിക്കൊണ്ടിരിക്കുന്നേ? എടാ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ പെണ്ണിനെ മയക്കി അവനോട് പറഞ്ഞു വിട്ടു അല്ലേ? നിങ്ങളെക്കാളും വലിയ ജാമ്പവന്മാരൊക്കെ ഇന്ന് മണ്ണിന്റെ അടിയില്ല. നിങ്ങളൊക്കെ എത്ര കാലമാടാ? എടാ അനാവശ്യം പറഞ്ഞാലോ. വെട്ടോടാ നീ. എടാ നീ ആണാണെ 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യടാ. ഞാൻ ആൾക്കാരെയും കൂട്ടിട്ട് വരാം. ആൾക്കാരെ കൂട്ടിക്കൊണ്ടു നീ എന്തുണ്ടാക്കാനാ? ഞങ്ങളെ ഒരു ചുക്കും വരുമ്പോഴേ ആളെ വിളിച്ചോണ്ട് വരായിരുന്നില്ലടാ. വെട്ടി മുറിക്കും ഞങ്ങള്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവൂടാ. ആളെ വിളിച്ചോണ്ട് വന്നേക്കെ. അവന്മാര് വായി തോന്നുന്നൊക്കെ പറയാം. നീ വാടാ. അമ്മയും പെങ്ങളും ഇല്ലാത്ത കുറെ തെണ്ടികൾ ഇറങ്ങിയേക്കുന്നു. നീ വാടാ. നടക്കടാ. നാളെ ആദ്യം എന്താ ചെയ്യേണ്ടത്? എനിക്ക് നല്ല ചുമന്ന കളർ സാരി, അതിന് ചേരുന്ന ഒരു ബ്ലൗസ്. എന്തോ വരില്ലാന്ന് വീമ്പിളക്കിട്ട് ഇപ്പൊ എങ്ങനെയാ വന്ന? അപ്പ എന്നോട് സ്നേഹം. നീ കുറച്ചേറൊന്ന് മിണ്ടാതിരിക്കോ? വെറുതെ ചെലച്ചോണ്ടിരിക്കോ. ഞാൻ തിരിച്ചു പോകും. വാടാ. നാളെ നമ്മൾ എന്താ ചെയ്യേണ്ട? പിന്നെ തുടങ്ങി. എനിക്ക് നല്ല ചുവന്ന ഒരു സാരി, അതിന് ചേരുന്ന ഒരു ബ്ലൗസ്. നിനക്ക് കസവുമുണ്ട്, അതിന് ചേരുന്ന ഒരു ഷർട്ടും. പിന്നെ കാശുണ്ടെങ്കിൽ ഒരു ചെറിയ സ്വർണ്ണത്താലി, അല്ലെങ്കിൽ വേണ്ട വെറും ചരടായാലും എനിക്ക് സന്തോഷം. വിശ്വാസമല്ലേ? ഉള്ളതൊക്കെ വെച്ച് ജീവിക്കാൻ എനിക്കും അറിയാം. ചുമ്മാതാ വാടി. എന്തോ ജപ്പാനിലേക്ക് ജോലിക്ക് പോകുന്ന പോലെ ഓരോ ലിസ്റ്റ്. എന്താ അവിടെ പോകുന്നതിന് ലിസ്റ്റ് ഇടാവോ? ഒരു കാര്യം കൂടി, എന്നെ വെറുതെ ശല്യം ചെയ്യാൻ പാടില്ല. എനിക്ക് 2 കുട്ടികളും മതി. അതോർത്ത് പേടിക്കണ്ട, ഞാൻ വേറെ പെണ്ണിനെ കെട്ടിക്കോളാം. പിന്നെ കെട്ടും എങ്കിൽ ഞാൻ അവിടെ കാല് വെട്ടിയെടുക്കും. എടോ മനുഷ്യേട്ടാരാ അവിടെ നിന്ന്? നിങ്ങൾ ചോദിക്ക്. അതെ അങ്ങോട്ട് വഴിയൊന്നുമില്ലല്ലോ. പരുത്തിപ്പാറയിലേക്ക് എങ്ങനെ പോകേണ്ടത്? ഐറ്റം കൊള്ളാം. ഒന്നും മിണ്ടാതിരിക്കടാ. ജോലിയൊക്കെ തീർത്തിട്ട് നാളെ നമുക്ക് ആഘോഷിക്കാം. പക്ഷെ പണി തരല്ലേ? അതെ, ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവ് കണ്ടില്ലായിരുന്നോ? അതിന്റെ അടുത്തൂടെ ഒരു റോഡ് പോയില്ലേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ റോഡിൽ കൂടെ നേരെ പോയ ഒരു സിമെന്റ് റോഡ് വരും, അതിലേ പോയാ മതി. എടാ വന്ന വഴി തന്നെ തിരിച്ചു പോകണോ? അത്ര വണ്ടി തിരിച്ചു. ആളാണോ? അവനേക്കാൾ വലിയ പുളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ളവരെ കൊണ്ട് ഇതൊന്നും കഴിയില്ലേ? ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അവൻ വലിയ കൊലപാതകന്നൊക്കെയാ കേട്ടിരിക്കുന്നേ. പിന്നെ അവനൊരു പോലീസുകാരന്റെ ചെവി കണ്ടിച്ചെടുത്തെന്ന് കേട്ടല്ലോ. പോലീസുകാരുടെ ചെവി കണ്ടിച്ചെടുത്തുന്നോ? ആ ഞങ്ങളോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞങ്ങൾ എല്ലാവരോടും ഇങ്ങോട്ട് പോകുന്നതിന്റെ കാര്യം ഇവിടെ വെച്ചെങ്ങാൻ അവനെ കിട്ടിയാൽ തീർത്തേക്കാമെന്ന് കരുതിയാ. രായ്ക്ക് രാമൻ അവനെ തീർക്കാൻ അത്ര വലിയ തെറ്റ് അവൻ എന്താ ചെയ്ത്? തെറ്റൊന്നും അവൻ നമ്മളോട് ചെയ്തിട്ടില്ല. കാരണാകാരനായിട്ടുള്ള പ്രശ്നം ഇത്. ഇപ്പൊ നമ്മളതങ്ങ് മുതലെടുത്താൽ നമുക്കത് ഗുണമുണ്ടാവുന്ന കാര്യമാണ്. അതിനെന്താ, നമുക്ക് തീർത്തേക്കാം. നീ വിചാരിക്കുന്ന പോലെ അത്ര നിസാരമല്ല അത്. എങ്കിലും നിന്നെ കൊണ്ടേ പറ്റൂ. അതാ വരാൻ പറഞ്ഞത്. നിനക്ക് എന്ത് വേണമെങ്കിലും പറ, തരാൻ തയ്യാറാ. അവൻ ജീവനോട് ഇരിക്കാൻ പാടില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. ഞങ്ങൾ അവനെ തീർത്തുതരാം. അതെ ചേട്ടാ, പരമേശ്വരൻ ചേട്ടനെ കൊല്ലാൻ വേണ്ടി അവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട്. എടാ പോലീസിലടാ പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. നീ വെറുതെ ഓരോന്നും. അവൻ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. ഒന്നും നടക്കൂലെന്ന് പറഞ്ഞ് തലയും ചൊറിഞ്ഞോണ്ടിരുന്നാലേ കാര്യം വഷളാവേ. എന്താടാ ഡക്ലസേ? കൊച്ചാപ്പി പറഞ്ഞത് സത്യം കേട്ടോ. അകത്ത് പോയ എങ്ങനെയെങ്കിലും വെളി വരാം. ജീവൻ പോയാൽ വല്ലതും നടക്കോ? വേറെ കരക്കാരെ അവരെ അന്വേഷിക്കുന്നേ. ആളാരാന്നറിയാതെ അലഞ്ഞോണ്ടിരിക്കുക അവര്. ഞാൻ പറയാനുള്ളത് എന്തായാലും പറഞ്ഞു. നിന്റെ അളിയനും ആ ഗുസ്തിക്കാരും എല്ലാരും കൂടെ ഒന്നായി ചേർന്ന് നിന്നെ കൊല്ലണോന്ന് പറഞ്ഞ് നടക്കുക. സൂക്ഷിച്ചാ നിങ്ങൾക്ക് നല്ലത്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത് ശവപ്പറമ്പാവൂന്നാ എനിക്ക് തോന്നുന്നേ. ദേ ശിവാനന്ദ, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണം, അവനെയും രക്ഷപ്പെടുത്തണം. എല്ലാ അവന്മാരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇതെല്ലാം നിന്റെ അച്ഛന്റെ ഏർപ്പാടാ. വിചാരിച്ചതാ ഇവനെയൊക്കെ പേടിച്ച് ഇവിടുന്ന് പോണോന്ന്. ദേ ഇവിടെ ഉണ്ടാവണം, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടാ പോന്ന? അവന്മാര് പറഞ്ഞത് കേട്ടല്ലേ? ചിറ്റപ്പനെ അമ്മാരുടെ ഇടയ്ക്ക് വിട്ടേച്ച് വരണോ? എന്തായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ വരാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ കഥ കിടക്കേ.
എപ്പോഴാ പോയതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഇന്നലെ വൈകുന്നേരം എല്ലാം കൂടെ കൂടി നിൽക്കണം ഞങ്ങൾ കണ്ടതാണ്. പിന്നീട് ആ പെണ്ണും പരമേശ്വരനോട് ഇവിടുന്ന് പോകുന്ന കണ്ട്. അതിനുശേഷം ആ പെണ്ണിന്റെ ബന്ധുക്കൾ രണ്ടുപേര് വന്നായിരുന്നു. അവര് തമ്മിൽ ഇവിടെ വാക്ക് തർക്കം ഉണ്ടായി. അവരിവിടുന്ന് പോവുകയും ചെയ്തു. പോയതിന്റെ പുറകെ കൊച്ചാപ്പിയും ഡെക്ലേസ് കൂടെ വന്നിരുന്നു. പിന്നെ ശിവാനന്ദനും കിളവിയും കൂടെ വീട് പൂട്ടി എങ്ങോട്ട് പോയെന്ന് അറിയില്ല ഞങ്ങൾക്ക്. അറിയില്ലല്ലേ? അറിയില്ല സാറേ. ഇനി വന്നടാ. വരികയും പോവുകയൊക്കെ നിനക്ക് അറിയാവടാ. എങ്ങനെ ഒരു തോന്നിയാസം കാണിച്ച് വീടും പൂട്ടി പോകുന്ന നിങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. ഈ പരമേശ്വരനെയും ശിവാനന്ദനെയും കണ്ടില്ല എന്നും പറഞ്ഞ് പോലീസുകാർ ഞങ്ങളെ വന്ന് ശല്യം ചെയ്യണേ. ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ലെന്ന് പറയുന്നത്. ഇതെന്താ ഈ വീട് പൂട്ടിയിട്ടേക്കുന്നത്? എന്തായടോ? ഈ ഏരിയയിൽ എങ്ങുമില്ല. വേറെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുക. ഈ പോലീസുകാർ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊന്നു തള്ളിയേര്. ഇനി എനിക്ക് അവളെ വേണ്ട.